ഹലോ അസ്സലാമു അലൈക്കും. എടാ നമ്മളെ മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ കുറേ അറിയുന്ന കുട്ടികൾ വരെ ഇത് തെറ്റിച്ചു എന്നുള്ളതാണ് പലർക്ക് മെസ്സേജ് അയച്ചപ്പോൾ മനസ്സിലായത്. അതിന് പ്രധാനപ്പെട്ട കാരണം അവർക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് 18ാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കിന് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഈസി ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഇതിലേക്ക് പോവാം. 18ാം ക്വസ്റ്റ്യൻ 4 മാർക്കല്ല 3 മാർക്കാന്ന് തോന്നണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പല ആളുകളെക്കുറിച്ച് പല സിറ്റുവേഷനും പറയും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 വാക്കൊന്ന് ഇത് തയ്യാറാക്കാം, ഇസ്തിബിയാൻ, ക്വസ്റ്റ്യനെയർ, ചോദ്യങ്ങൾ, ചോദ്യാവലി, മുക്കാബല, ഇൻ്റർവ്യൂ. അപ്പോൾ ഈ 3 വാക്ക് കുട്ടിക്ക് അറിയുമെങ്കിൽ, നല്ലപോലെ വായിച്ച കുട്ടിയായിരുന്നുവെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യില്ല, ആ കുട്ടി തെറ്റിക്കൂല, ഫുൾ മാർക്ക് വാങ്ങും ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനിയും അബദ്ധം പറ്റാതിരിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഈ പ്രധാനപ്പെട്ട 3 വാക്ക് ഇതാണ്: ഇസ്തിബിയാൻ, മുക്കാബല, ആയിദ്, തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കിത് നോക്കാം. അപ്പോൾ ഇവിടെ IM വിജയനുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂ നടത്താൻ ചോദ്യം. അപ്പോൾ നമ്മളത് ആരുമായി ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കേണ്ട ചോദ്യം സെയിമാണ്. അപ്പോൾ നമ്മൾ നേരെ ഹിൻസിലേക്ക് നോക്കിയാൽ മതി. ഉസ്രത്ത് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഉസ്രത്ത് നമുക്ക് സിമ്പിളായി ചോദ്യം ഉണ്ടാക്കാം. നമുക്ക് പഠിച്ചിട്ടുണ്ട് എന്താണ്, നമ്മളെല്ലാവരും പഠിച്ച ക്വസ്റ്റ്യൻ ആണ് കം ഉലുവൻ ഫി ഉസ്രത്തിക്ക. നിങ്ങളുടെ ഫാമിലിയിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിക്കാം. ഇനി ഇത് ചോദിക്കാൻ അറിയാത്ത കുട്ടിക്ക് സിമ്പിളായിട്ട് എന്ത് ചോദിക്കാം? ഐന, എവിടെയാണ്, ഐന ഉസ്രത്തുക്ക എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഐന തഈഷു, എവിടെയാണ് താമസിക്കുന്നത്, ഐന തഈഷു ഉസ്രത്തുക്ക, നിങ്ങളെ ഫാമിലി എവിടെയാണ് താമസിക്കുന്നത്. ഉസ്രത്ത് എന്നുള്ള പോയിന്റ് കണ്ടാൽ ആരോടും നമുക്ക് 2 ചോദ്യം ചോദിക്കാം. ഇനി ഇവിടെ ദിറാസത്ത് പഠനം അല്ലേ. ദിറാസത്ത് പഠനത്തിൽ എന്ത് ചോദിക്കാം? ഐന, എവിടെയാണ്, ഐന ദറസ്ത, നിങ്ങൾ എവിടെയാണ് പഠിച്ചത്. സിമ്പിളായിട്ട് ചോദിക്കാം. ഇനി കുറച്ചും കൂടി സ്പെസിഫിക് ആണെങ്കിൽ എന്ത് ചോദിക്കാം? മിൻ ഐന, എവിടെ നിന്നാണ്, ദറസ്ത, നിങ്ങൾ പഠിച്ചത്. അൽ മദ്രസ്, മിൻ ഐന ദറസ്ത, നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത്. അൽ മദ്രസത്തു സാനവിയ, ഹൈസ്കൂൾ വിദ്യാഭ്യാസം നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത്, ഇങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ മീൻ അയ്യ കുല്ലിയത്തിൻ ദറസ്ത എന്നൊക്കെ ചോദിക്കാം. നിങ്ങൾ ഏത് കോളേജാണ് പഠിച്ചത്. ഓക്കെ, ഞാൻ കൊടുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദിക്കാം. പിന്നെ ഇൻജാസാത്ത് നേട്ടങ്ങളാണ്, തെഹദിയാത്ത് വെല്ലുവിളികളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തുടക്കത്തിൽ നമുക്ക് എന്ത് ചെയ്യാ കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണെന്ത്? മാഹിയ, ഏതൊക്കെയാണ്, മാഹിയ തെഹദ്ദി മദിയാത്തുക, നിങ്ങളുടെ വെല്ലുവിളികൾ ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ ആ തന്നതിൻ്റെ തുടക്കത്തിൽ മാഹിയ എന്നും ലാസ്റ്റ് കാന്നും എഴുതിയ ക്വസ്റ്റ്യൻസ് കിട്ടും. ഇതും ഇൻജാസാത്തും അങ്ങനെ തന്നെയാണ്. മാഹിയ, ഏതൊക്കെയാണ്, മാഹിയ, ഏതൊക്കെയാണ്, ഇൻജാസാത്തുക, നിങ്ങളുടെ നേട്ടങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെ ക്വസ്റ്റ്യൻ കിട്ടും. എന്താണ്, തുടക്കത്തിൽ മാഹിയും ലാസ്റ്റ് കാൻ ചേർത്ത ക്വസ്റ്റ്യൻ ഈസിയായിട്ട് കിട്ടും. ഇനി നമുക്ക് പരിചയമില്ലാത്ത കൗസുൽ ആലം, വേൾഡ് കപ്പ് എന്നാണ്, നസിഹത്തുൽ ഇജ്ലി, പുതിയ തലമുറ ഉപദേശം എന്നാണ്. ഇങ്ങനെ വന്നാൽ ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 2-3 വാക്കുകൾ പറഞ്ഞ് ഏതും കൊടുക്കാം. ഇപ്പോൾ കൗസുൽ ആലം, അഖ്ബിർനി, നിങ്ങൾ എന്നോട് പറയുമോ, അഖ്ബിർനി അൻ കൗസുൽ ആലം അല്ലേ. വേൾഡ് കപ്പിനെ കുറിച്ചിട്ട് ഒന്ന് പറയുമോ കേട്ടോ. ക്വസ്റ്റ്യനായി ക്ലിയർ ആയല്ലോ. ഈ വാക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് അറിയാത്ത ഏത് പോയിന്റിനും തുടക്കത്തിലും ചേർത്താൽ മതി. ഇനി അടുത്തത് ഹൽ തുഷാത്തിറു, നിങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയുമോ, അൻ നസിഹ അല്ലേ, നസിഹത്തു ലി ജീലിൽ ജദീദ്, പുതിയ തലമുറയോടുള്ള ഉപദേശങ്ങളെക്കുറിച്ച്. ഇപ്പോൾ അൽ തുഷാത്തിറു എന്നുള്ളത് ഒരു ഇൻസിൻ്റെ തുടക്കത്തിൽ എഴുതിയാൽ എന്തായി, ചോദ്യമായി. ഇങ്ങനെ
ഈസി ആയിട്ട് നിങ്ങൾക്കിത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയും 3 മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യാമായിരുന്നു. ചില ആളുകൾ ഇതിൽ മദ്രസത്തക്കാന്നൊക്കെ കൂടി കണ്ടപ്പോൾ അത് താഴത്തുള്ള പോയിന്റ് വെച്ച് പാരഗ്രാഫ് എഴുതാനെന്നൊക്കെ വിചാരിച്ചും കണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പാരഗ്രാഫൊക്കെ എഴുതി വെച്ച് വരുന്നുണ്ട്. സോ ഇങ്ങനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ടൈപ്പിൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇത് ഈ കാര്യങ്ങളൊന്നും ഡീപ്പായിട്ട് നമ്മൾ വരുന്ന ലൈവിൽ ഒന്നും കൂടിയൊക്കെ പറയും കേട്ടോ. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് ആൻസർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.